ഇന്ന് നമ്മുടെ കൂടെ എല്ലാവരും കാത്തിരുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മോഡലിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. അതായത് ഹോണ്ടയുടെ CB350 ആണ് കൂടെയുള്ളത്, ഏറ്റവും പുതിയ മോഡൽ. ഇപ്പോൾ ഈ ഒരു പുതിയ കളർ കണ്ടല്ലോ, ഒരു മാറ്റ് ഗ്രീൻ കളറുണ്ട്, അതേപോലെ 5 കളർ ഓപ്ഷൻസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു കളറാണ് ചൂസ് ചെയ്തത്. ഒറ്റ ഒരു ലുക്കിൽ തന്നെ ഭയങ്കര ബൾക്കി ഫീൽ അല്ലേ, കാരണം കുറേ അധികം ചേഞ്ചസ് CB350 RSുമായിട്ട് നോക്കുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ ഓൾറെഡി ഹൈനസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം ഇതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ. ഈ ഒരു 350cc വന്നിട്ടുള്ള എഞ്ചിൻ്റെ കരുത്തും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പുതിയ വെഹിക്കിളിലെ മാറ്റങ്ങളും എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വേരിയൻസിലാണ് കേട്ടോ. ഒന്ന് ഡീലക്സ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ ഒരു ടോപ്പിൻ്റെ മോഡലും, പിന്നെ ഡീലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലുമാണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ ഒരു 3000 രൂപ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ഈ ഒരു ടോപ്പിന് വരുമ്പോഴത്തേക്കും എക്സ്ഷോറൂം പ്രൈസ് 2,18,600 സംതിങ്ങിലേക്കാണ് വരുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ നോർമൽ ബേസ് മോഡൽ വരുമ്പോഴത്തേക്കും ഒരു 3000 രൂപ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റമുണ്ടെന്ന് ആദ്യം തന്നെ പറയാം. മാറ്റം മെയിനായിട്ടും നമുക്കിപ്പം ബേസ് മോഡൽ വരുമ്പോഴത്തേക്കും ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു ക്രോം ഫിനിഷിന് പകരം ഒരു ഗ്രേ കളറായിരിക്കും. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഓപ്ഷൻസ് ഉണ്ടാവില്ല. അതേപോലെ ഫെൻഡർ നോക്കുമ്പോഴത്തേക്കും അത് ബ്ലാക്ക് കളറിലായിരിക്കും വരുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട്. ബാക്കിയെല്ലാം തന്നെ ടോപ്പണിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സീറ്റ് ഓപ്ഷൻ വരുമ്പോഴത്തേക്കും ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള സീറ്റ്സ് കാര്യങ്ങൾ കാണാം. അങ്ങനെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ശരിക്കും മെയിനായിട്ടും ഉള്ളത്. അപ്പോൾ ശരിക്കും ഈ ഒരു ബൈക്ക് ഇപ്പം ഓടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഉണ്ടായ ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസിക് 350 അല്ലെങ്കിൽ പുതിയ ബുള്ളറ്റ് 350 ഒക്കെ ആയിട്ടാണ് കമ്പാരിസൺ വരുന്നത്. അപ്പം ശരിക്കും ഹോണ്ടയുടെ ലൈനപ്പിൽ ഇങ്ങനെ ഒരു ക്ലാസിക് റെട്രോ സ്റ്റൈലിൽ വരുന്ന ഒരു ബൈക്ക് ആദ്യമായിട്ട് നമ്മൾ 2020 കണ്ടു. 3BC50 അതേപോലെ തന്നെ ഹൈനസ് ഒക്കെ കണ്ടു. അപ്പോൾ എന്തായാലും ആ വെഹിക്കിൾസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് എന്തായാലും ഈ ഒരു പുതിയ മോഡലും വന്നിട്ടുള്ളത്. കാരണം നമുക്ക് ലോങ് റൈഡ്സിലേക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ഇപ്പം ഇതിൻ്റെ ഒരു ഹാൻഡ്ലിംഗ് വേസും കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കും വളരെ ലൈറ്റ് ആൻഡ് സിമ്പിളാണ്. നമുക്ക് ഒരു എഫോർട്ട് എടുക്കേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല. ഇപ്പോൾ സിറ്റി പർപ്പസിലാണെങ്കിൽ നമ്മളിപ്പോൾ ഓടിച്ച് നോക്കി, പത്തനംതിട്ട വഴി നേരെ മുത്തൂറ്റിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ പത്തനംതിട്ട സൈഡ് സിറ്റിയിലെല്ലാം ഓടിച്ച് നോക്കി. അപ്പം കുറച്ചുകൂടെ എന്താ പറയുന്നത്, വളരെ സിമ്പിളായിട്ടാണ് ഫീൽ ചെയ്തത്. ഇപ്പം കുറച്ച് നമുക്കിപ്പം ഈ ഒരു പുതിയ മോഡൽ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും കുറച്ചൊരു ബൾക്കി ഫീലുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഇപ്പോൾ ഓവറോൾ ലുക്കാണെങ്കിലും കുറച്ചുകൂടി ഒരു വലിയ വണ്ടി എന്നുള്ളൊരു ഫീലിനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യാം. അതേപോലെ നമുക്ക് ഈ ശരിക്കും ആ ഒരു വലിപ്പം തോന്നാൻ വേണ്ടിയുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സസ്പെൻഷൻ, ഈ ഒരു ഫോക്കിൻ്റെ സൈഡിൽ ഈ ഒരു കവറിങ് വന്നുകൊണ്ടാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഈ കളറ് ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടി, ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കളറാണ് പേഴ്സണലി, അതുകൊണ്ടുകൂടി ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വേണ്ടിയുള്ള മാറ്റങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കവറിങ് കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ള മാറ്റങ്ങളാണ് മെയിനായിട്ടും ഉള്ളത് കേട്ടോ. അതേപോലെ റീസൈലിലേക്ക് ഒന്ന് നോക്കിയേ. റീസൈൽ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ സൈലൻസർ നോക്കുമ്പം ഒരു ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഹൈനസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഹൈനസ് കുറച്ചൊരു ഹൈറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു ലെങ്ത്തിൽ കൊടുത്തിട്ടുള്ളൊരു ഡിസൈനാണ്. പിന്നെ റീസൈലിൽ ഈ ഒരു ഫെൻഡർ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും അതും കുറച്ചുകൂടി ഒരു വീതി കൂട്ടിയിട്ട് കുറച്ചുകൂടി ഒരു നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതായത് ഹൈനസൊക്കെ ആയിട്ട് നോക്കുവാണെങ്കിൽ കമ്പയർ ചെയ്യാനേ പറ്റില്ല, നല്ലൊരു ഹെവി സൈസിലാണ് എടുത്തിട്ടുള്ളത്. ഇത് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റേസൈൽ പില്ലിയനൊക്കെ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് ചെളിയൊന്നും അങ്ങനെ റേസൈലിലേക്ക് അടിക്കില്ല. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് ഇങ്ങനെ ഒരു പീസ് കൊണ്ട്. അതേപോലെ ഫ്രണ്ടിലും ആണെങ്കിലും ആ ഒരു വീതി കുറച്ചുകൂടി കൂട്ടിക്കൊണ്ട് തന്നെയാണ് ശരിക്കും ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗം കൂടെ വന്നപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ബൾക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇതിൽ കുറേ അധികം ആക്സസറീസ് വരുന്നുണ്ട്. ഇപ്പം എൻജിൻ ഗാർഡ് വരുന്നുണ്ട്. അതിൽ തന്നെ ഒരു ഓപ്ഷണലായിട്ട് നമുക്ക് എക്സ്ട്രാ ആക്സസറീസിൽ ഫോഗ് ലാമ്പ് വാങ്ങാം. കാരണം നമുക്ക് ഹൈനസ് ഇറങ്ങിയ സമയത്ത് ഒരു പ്രോബ്ലം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൻ്റെ ലൈറ്റിംഗ് എത്ര പോരാന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും മാറിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആഡ് ഓൺ, പിന്നെ കുറേ അധികം ആക്സസറീസ് ഉണ്ട്. അത് നമുക്ക് ഷോറൂംസിൽ എന്തായാലും ഡിസ്പ്ലേയിലും കാര്യത്തിലൊക്കെ ഉണ്ട്. വാങ്ങാൻ പോകുന്ന സമയത്തൊന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്ക് ബ്രേക്സ് കാണാം. 310mm ഡിസ്ക് കാണാം. റിയർ സൈഡിൽ 240mm ഡിസ്ക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഓവറോൾ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വെയിറ്റ് വരുന്നത് 187 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. അതായത് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്കൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വെയിറ്റ് കുറവാണ്. ഇപ്പോൾ ഒരു 187 കിലോ കുഴപ്പമില്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതേപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 165mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ ഞാൻ എൻജിൻ്റെ കാര്യം, നമുക്ക് ഓൾറെഡി CB350 RSലും അതേപോലെ തന്നെ ഹൈനസിലും ഒക്കെ കണ്ടിട്ടുള്ള എഞ്ചിനാണ്. BS6 Phase 2ലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പവർ ഔട്ട്പുട്ട്സ് നോക്കുമ്പോഴത്തേക്ക് 15.5 kW പവറും 29.4 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിത് ഓടിച്ചപ്പോഴത്തെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കമ്പയർ ചെയ്തത് ക്ലാസിക്കായിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ എൻ്റെ കയ്യിൽ ക്ലാസിക്കാണ്, അതേപോലെ തന്നെ മിക്കപ്പോഴും റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സൊക്കെ നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്തപ്പോഴേക്കും ഫീൽ എന്ന് വെച്ചാൽ ഇത് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു
നമുക്കൊരു കാമായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. ഇപ്പോൾ ലൈക്ക് നമുക്ക് ഇനിഷ്യൽ ടോർക്കുണ്ട്, പിന്നെ അങ്ങോട്ടുള്ള എല്ലാം ഒരു ലീനിയർ ടോക്കിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പുഷ് ചെയ്ത് ഓടിക്കണമെങ്കിൽ അങ്ങനെ ഓടിക്കാം. പക്ഷേ ഒരു കാമായിട്ടുള്ളൊരു ഫീലിനാണ് എനിക്ക് റൈഡിങ് ഫീൽ ചെയ്തത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടോപ്പ് ഗിയറിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഓടിക്കണമെങ്കിൽ ഹൈ ഗിയേഴ്സ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് കേട്ടോ. അതേപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ ഒരു ഹാൻഡ്ലിങ്. ഇപ്പോൾ ഹാൻഡ്ലിങ് വളരെ സിമ്പിളായിട്ടാണ് ഹാൻഡിൽ ബാറൊക്കെ ഫീൽ ചെയ്യുന്നതെങ്കിലും നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഈ ഒരു സൈഡ് ഫ്രെയിമിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു ബ്ലാക്കും ഗ്രീനും കോംബോ ഒക്കെ രസമുണ്ടല്ലേ. ഈ ഒരു ഹോണ്ടയുടെ ഇവിടെയുള്ളൊരു ബാഡ്ജും അതേ ഈ ഒരു എൻജിൻ്റെ ആ ഒരു കവറിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ക്വാളിറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ ഹൈനസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇവിടെ ഒരു ചെറിയൊരു പീസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതായത് ഈ പെട്ടെന്ന് ചെളിയൊക്കെ തെറിക്കുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു കവറിങ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ മാറ്റങ്ങളുണ്ട്. പിന്നെ അതേപോലെ ഇതിലെ ഷാസി വ്യത്യാസമുണ്ട്. ഡയമണ്ട് ഷേപ്ഡ് ആയിട്ടുള്ളൊരു ഷാസിയിലാണ് ഈ ഒരു വർക്കിൽ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇനി എന്തായാലും നമുക്ക് ക്ലസ്റ്റർ സൈഡ് നോക്കാം. ഈ ഒരു ടോപ്പ് എൻഡ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടെന്ന്. അപ്പം ഇതിൽ നമുക്ക് ഹോണ്ടയുടെ തന്നെ റോഡ്സിൻ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് കണക്ട് ചെയ്യാം. ആ ആപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെഹിക്കിൾ നാവിഗേറ്റ് ചെയ്യാം, ഫോൺ കോൾസ്, മെസ്സേജ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഇൻ്റർകോം ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വോയിസ് കമാൻഡ് ത്രൂ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. അതേപോലെ അതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ സ്വിച്ചസ് ഉണ്ട്. അതേപോലെ ഇപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ക്ലസ്റ്റർ ഒന്ന് ഓണാക്കാം. ക്ലസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വിൻറ്റേജ് ഒരു ലുക്കിലുള്ള ഒരു പഴമ നിലനിർത്തുന്ന രീതിയിലുള്ള ഡിസൈനിലുള്ളൊരു ക്ലസ്റ്ററാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലസ്റ്ററിൽ ചെറിയൊരു ഡിജിറ്റൽ സ്പേസ് ഉണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സ്വിച്ചസ് ത്രൂ ആണ് കേട്ടോ. ഇപ്പം ഓഡോമീറ്റർ, ട്രിപ്പ് എ ട്രിപ്പ് ബി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻ ത്രൂ ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ കോൾസൊക്കെ വന്നാലും കട്ട് ചെയ്യുന്നതും എടുക്കുന്നതൊക്കെ ഈ സ്വിച്ചസ് ത്രൂ തന്നെയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറിൽ കുറച്ച് വേണ്ട സ്വിച്ചസ്, ക്വാളിറ്റി സ്വിച്ചസ് നമുക്കിവിടെ കാണാം. അതേപോലെ ഹോണ് കണ്ടോ, അത്യാവശ്യം നല്ല ബാസുള്ളൊരു സൗണ്ടാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു ക്ലസ്റ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്വിച്ച് ഉണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓപ്ഷനാണ്. അത് നമുക്ക് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, പർപ്പസിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ സ്ലിപ്പ് അസിസ്റ്റഡ് ക്ലച്ച് ഉണ്ട്. അങ്ങനെ വേണ്ടിയിട്ടുള്ള കുറച്ച് ആഡ് ഓൺസ് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൂടാതെ നമുക്കിതിൽ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ എക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈറ്റ് നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു റൈഡ് ചെയ്ത സമയത്ത്. അതായത് കുറച്ചുകൂടെ നമ്മൾ ഫ്യൂവൽ എഫിഷ്യൻസി നോക്കിയത്, ഇപ്പം മര്യാദക്കുള്ള റൈഡാണെങ്കിൽ എക്കോ മോഡൽ ഓടിക്കാൻ പറ്റും. മീൻസ് എക്കോ ഒരു ഗ്രീൻ കാണിക്കുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസിയിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ മൈലേജ് പറഞ്ഞല്ലോ ഒരു 42-45 ഒക്കെയാണ് സാധാരണ യൂസേഴ്സ് ഫീഡ്ബാക്കിലൊക്കെ കിട്ടുന്നത് കേട്ടോ. അതായത് പഴയ മോഡൽസിൽ. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു മോഡൽസിൽ അതൊക്കെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതേപോലെ ടാങ്കിൽ കപ്പാസിറ്റിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹൈനസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഹൈനസ് 15 ആയിരുന്നെങ്കിൽ ഇത് 15.2 ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ വാറണ്ടി ഒന്ന് നോക്കാം. വാറണ്ടി വരുമ്പോഴത്തേക്കും സ്റ്റാൻഡേർഡായിട്ട് 3 വർഷമോ 42,000 കിലോമീറ്ററോ ആണ് ഇതിന് വാറണ്ടി കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു എക്സ്റ്റൻഡഡ് വാറണ്ടിയിൽ ഒരു 7 വർഷം കൂടെ എടുക്കാൻ പറ്റും. അപ്പോൾ 7 വർഷം എന്ന് പറയുമ്പോൾ ഒരു 88,000 കിലോമീറ്റർ കൂടെ നമുക്ക് എക്സ്ട്രാ വാറണ്ടിയിൽ ആഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഒരു 10 വർഷത്തെ വാറണ്ടിയാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു 1,30,000 കിലോമീറ്റർ. അപ്പോൾ ഇതിൽ എഞ്ചിൻ അതേപോലെ തന്നെ സെൻസേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കവേർഡ് ആയിരിക്കും. അപ്പോൾ ഇത് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നാണ് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതേപോലെ ഇതിൻ്റെ സർവീസ് കൂടെ ഒന്ന് പറയാം. സർവീസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 1000 കിലോമീറ്ററോ അല്ലെങ്കിൽ 1 മാസമോ, പിന്നെ അല്ലെങ്കിൽ 6000 കിലോമീറ്ററോ 6 മാസമോ, പിന്നെ വീണ്ടും ഒരു 6000, അതായത് 12,000 കിലോമീറ്ററോ അല്ലെങ്കിൽ 1 വർഷമോ, അങ്ങനെ ആ ഒരു ടൈം ഇൻ്റർവെല്ലാണ് ഇതിൻ്റെ ഒരു സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും ഓവറോൾ നല്ലൊരു പാക്കേജിൽ എന്തായാലും നമുക്ക് ഈ ഒരു വെഹിക്കിൾസ് കിട്ടുന്നുണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും നമുക്കൊരു ക്ലാസിക് ഫീൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റൈഡിങ് സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മുടെ ഈ ഒരു CB 350. അപ്പോൾ മസ്റ്റായിട്ടും വെഹിക്കിൾസ് നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് റൈഡ് എടുക്കുക. അതേപോലെ തന്നെ ഓടിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലോ അല്ലെങ്കിൽ ആതിര മുരളി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓവറോൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വെഹിക്കിളിൽ നിന്ന് റിവ്യൂവിന് എടുത്തിട്ടുള്ളത് മുത്തൂറ്റ് ഹോണ്ട പത്തനംതിട്ടയിൽ നിന്നാണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.